നീതി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ ഉന്നാവ് ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ പ്രതിഷേധം. ജന്തർ മന്ദറിൽ വിവിധ പൗരസംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് തനിക്ക് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അതിജീവിത മീഡിയ വണിനോട് പറഞ്ഞു. തന്റെ മകൾക്ക് നീതി ലഭിക്കണമെന്നും പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും മാതാവും പ്രതികരിച്ചു. मुझे न्याय मिले, सुप्रीम कोर्ट से पूरी उम्मीद है न्याय मिलेगा और मेरे परिवार को न्याय मिलेगा। हमारे साथ में सुरक्षा चल रही है, लेकिन मेरे मासूम से बच्चे घर में है। मेरा पति नौकरी से निकाल दिया गया। मैं योगी आदित्यनाथ जी से यही गुहार लगा रही हूँ ताकि सेव किया जाए कि मैं अपनी लड़ाई सेफ होकर लड़ सकूं। मुझे मिलने का टाइम दिया ताकि मैं अपने आप से मैं उनसे मिलकर दुख दर्द रो सकूं। सारी कुर्सी नहीं बिकी होती हाई कोर्ट की, 2 जजों ने बिक गए। उनका वो छुट्टी होगी उनकी, मतलब रिटायर होना होगा, तभी तो ये काम मेरे साथ करके गए। जज साहेब आज अपने बच्चे सड़क पर लेके हम बैठे रो रहे। हमारे बच्चे को न्याय चाहिए सर, हमको न्याय चाहिए। न्याय की गुहार लगा रहे हैं, हमको न्याय चाहिए, न्याय चाहिए हमको। प्रधानमंत्री को देखने के लिए पूछा था। हाँ, प्रधानमंत्री जी को मिलना चाहते हैं। हमारा दुख दर्द देखें। हमारे घर में 5 पाँव रही पड़ी हैं। हमारे देवर को छोड़ा नहीं जा रहा। उनको तेरही के लिए ढीला जाए, फिर सरकार केस लगा दी तो नहीं छोड़ती, उनको फिर अंदर कर दी जाए। मेरे देवर को 8-10 साल हो गई, अबे छोड़ा नहीं गया। PR അരവിന്ദ് വിവരങ്ങൾ നൽകാനുണ്ട്. അരവിന്ദ്, പലതവണ ഈ ആരോപണ വിധേയനായ BJP MLA-ക്കെതിരെ ഈ പെൺകുട്ടിയുടെ കുടുംബം പരാതി നൽകിയെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും BJP നേതൃത്വം സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ സംഭവം ദേശീയ ശ്രദ്ധ ആകർഷിച്ചതിന് പിന്നിൽ ഈ കുടുംബത്തിന്റെ ഒരു പോരാട്ട ചരിത്രം കൂടിയുണ്ട്. ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നു എന്നാണോ ഈ മാതാവും അതിജീവിതയും പറയുന്നത്? പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് അതിജീവിതയും മാതാവും ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹി ജന്തർ മന്ദറിൽ അവരുടെ പ്രതിഷേധം 1 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. വലിയ രീതിയിലുള്ള പിന്തുണയാണ് അതിജീവിതയ്ക്കും മാതാവിനും ഇവിടെ ലഭിക്കുന്നത്. കാരണം വിദ്യാർത്ഥി സംഘടനകളടക്കം ഇവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ജന്തർ മന്ദറിലേക്ക് എത്തിയിരിക്കുകയാണ്. SFI അതുപോലെ തന്നെ ISA അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തുകയും അവർക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം ഇവിടെ തുടരുന്നത്. കാരണം അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം. അതോടൊപ്പം തന്നെ ഈ BJP നേതാവായ കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ഇപ്പോൾ ജാമ്യം നൽകിയത് റദ്ദാക്കണം, അതുപോലെ തന്നെ ശിക്ഷ മരവിപ്പിച്ച നടപടി സുപ്രീം കോടതി പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രതിഷേധിക്കുന്നത്. SFI അടക്കമുള്ള പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. എങ്ങനെയാണ് ഇവർക്കൊരു പിന്തുണ നൽകുന്നത്? SFI നിന്നും JNUSU നിന്നും അൺകണ്ടീഷണൽ സോളിഡാരിറ്റി തന്നെയാണ് നമ്മൾ പ്രഖ്യാപിച്ചേക്കുന്നത് സർവൈവറിൻ്റെ കൂടെ. ഇത് നമ്മുടെ ഡെമോക്രസി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജസ്റ്റിസിൻ്റെ ഒരു മുന്നിൽ ഒരു കറുത്ത ദിനം തന്നെയാണ്. ഒരു പോക്സോ കേസിൽ അകപ്പെട്ട ഒരു കൺവിക്റ്റഡ് റേപ്പിസ്റ്റിനെയാണ് ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജ്മെന്റ് വന്നിട്ട് ബെയിലിൽ പുറത്ത് വന്നേക്കുന്നത്. മോദി സർക്കാരിൻ്റെയും RSSൻ്റെയും ഒരേ ഒരു സ്ലോഗനാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. എന്തുകൊണ്ടും രേഖ ഗുപ്ത ഭരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിൽ പോലീസ് ബ്രൂട്ടാലിറ്റിയാണ് നമ്മുടെ സർവൈവർ ഇവിടെ തന്നെ നിന്ന് ഏറ്റെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടായാലും പ്രോഗ്രസീവ് ഫോഴ്സസിന്റെ സപ്പോർട്ടും അൺകണ്ടീഷണൽ സോളിഡാരിറ്റിയും എപ്പോഴും സർവൈവറിന്റെ കൂടെ തന്നെയുണ്ട്. ഈ ഒരു റേപ്പ് കൾച്ചറിനെതിരെ RSS പ്രൊമോട്ട് ചെയ്യുന്ന മനുസ്മൃതിയിൽ എഴുതിയിട്ടുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള എല്ലാ അനീതികൾക്കും നമ്മൾ എതിരായിട്ട് തന്നെ ശക്തമായ പ്രതിഷേധത്തിന് ഈ അതിജീവിതയ്ക്കും കുടുംബത്തിനുമൊപ്പം ഉണ്ടാകുമെന്നതാണ് വിദ്യാർത്ഥി സംഘടനകളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചിരുന്നു. അന്ന് അവരുടെ പോലീസ് കസ്റ്റഡിയെടുത്ത് നീക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ജന്തർ മന്ദറിൽ അവരുടെ പ്രതിഷേധം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അതിജീവിതയ്ക്കും അതുപോലെ തന്നെ കുടുംബത്തിനും പിന്തുണ നൽകി നിരവധി പേരാണ് ഇങ്ങോട്ട് എത്തുന്നത്. കാരണം നമുക്കറിയാം 2017 ഉന്നാവോ ബലാത്സംഗ കേസ് നടക്കുന്നത്. പിന്നീട് ഈ കേസ് അന്വേഷിച്ച് 2019 BJP നേതാവായ കുൽദീപ് സിംഗ് സെൻഗാറിനെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൽഹി ഹൈക്കോടതി ആ ശിക്ഷാ നടപടി മരവിപ്പിക്കുകയും BJP നേതാവിന് ജാമ്യം നൽകുകയും ചെയ്തത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് രാജ്യവ്യാപകമായി ഉയരുന്നത്. ഡൽഹി ജന്തർ മന്ദറിൽ അതിജീവിതയുടെ പ്രതിഷേധം തുടരുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് തന്നെയാണ് അതിജീവിത വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ തന്റെ മകൾക്ക് നീതി ലഭിക്കണമെന്ന കണ്ണീരണിയുന്ന വാക്കുകളാണ് ആ അതിജീവിതയുടെ മാതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം 2 പിഞ്ചു മക്കളുണ്ടായി അതിജീവിതയ്ക്ക്. അതോടൊപ്പം തന്നെ തന്റെ ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടു അടക്കമുള്ള കാര്യങ്ങൾ അതിജീവിത വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നാളെയാണ് സുപ്രീം കോടതി CBIയുടെ ഹർജി
പരിഗണിക്കുക. CBI അടക്കം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയുടെ നടപടി യുക്തിരഹിതവും അതുപോലെ തന്നെ നിയമവിരുദ്ധവും എന്നതാണ്. എന്തായാലും നാളെ സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നതും ഈ കേസിൽ നിർണായകമാകും. ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അത് തങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് തന്നെയാണ് അതിജീവിതവും കുടുംബവും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വർഷ എന്തായാലും ഉന്നാവ് കേസിലെ അതിജീവിത അടക്കം ആ പ്രതിഷേധ സമരത്തിലുണ്ട് എന്നുള്ളതാണ്. BJP സർക്കാരിനെതിരെ BJPയുടെ നടപടിക്കെതിരെ നീതി പ്രതീക്ഷിച്ചാണ് ആ ഒരു പോരാട്ടം. അതിൽ അതിജീവിത തന്നെ നേരിട്ടിറങ്ങി പ്രതിഷേധിക്കുന്നതും ഒരു പോരാട്ട ചരിത്രം കൂടിയാണ്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.